ഇനി റബ്ബുക അങ്ങയുടെ റബ്ബ് അങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജഅലന്നാസ് അവൻ ഈ ജനങ്ങളെയൊക്കെ ആക്കുമായിരുന്നു ഉമ്മത്തൻ വാഹിദ ഒരൊറ്റ സമൂഹമാക്കുമായിരുന്നു അഹ്ല ദീനിൻ വാഹിദ് ഒരൊറ്റ ദീനിന്റെ ആളുകളാക്കുമായിരുന്നു വലാ യസാലൂന സംഗതി എന്തായിപ്പോയി വലാ യസാലൂന അവരായിക്കൊണ്ടേയിരുന്നു മുഖ്തലിഫീന അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടേയിരുന്നു ഫിദ്ദീന് ദീനിന്റെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പലരും പല മതക്കാരായിരുന്നു ഇല്ലാ മർ റഹിമ റബ്ബുക്ക് ഇല്ലാ മർ റഹിമ അതായത് ഇസ്ലാമിനോട് എതിർത്തിരിക്കാന്നർത്ഥം ഇല്ലാമൻ ഒരുത്തരൊഴികെ റഹിമ റബ്ബുക്ക് അങ്ങയുടെ റബ്ബ് അവർക്ക് കാരുണ്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരൊഴികെ അറാദലഹും അള്ളാഹ് അവർക്ക് ഉദ്ദേശിച്ചു അല്ല ഹൈറ നന്മയെ ഉദ്ദേശിച്ചു അപ്പോൾ ഫലാ യഖ്തലിഫൂന ഫീ അവർ ആ ദീനിന്റെ വിഷയത്തിൽ ഇഖ്തിലാഫ് ആവുന്നില്ല അവർ ഇസ്ലാമിലൂടെ തന്നെ കഴിഞ്ഞു പോകുന്നു അതാണ് വലുതാലേക്ക് ഇക്കാരണത്താൽ വലുതാലേക്ക് ഇതിനു വേണ്ടി തന്നെയാണ് ഖലഖഹും അള്ളാഹ് അവരെ സൃഷ്ടിച്ചത് അതായത് അഹ്ലൽ ഇഖ്തിലാഫിന്റെ ആളുകൾ അള്ളാഹു ലഹു ഇഖ്തിലാഫിന് വേണ്ടി സൃഷ്ടിച്ചു അഭിപ്രായ വ്യത്യാസമുള്ള ഇസ്ലാമേതര മതാനുയായികളെ ഇസ്ലാമേതര മതങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു അഹ്ല റഹ്മത്തി റഹ്മത്തിന്റെ ആളുകൾ കാരുണ്യത്തിന്റെ ആളുകൾ ഇല്ല അതിനെ കാരണത്തിനും വേണ്ടി സൃഷ്ടിച്ചു അതായത് ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാമിന് വേണ്ടി സൃഷ്ടിച്ചു റഹ്മത്ത് എന്ന് വെച്ചാൽ അള്ളാഹിന്റെ കാരണം കൊണ്ടാണല്ലോ നമുക്ക് ഇസ്ലാം കിട്ടിയത് കലിമത്തു റബ്ബിക വതമ്മത്ത് പൂർത്തിയായിട്ടുണ്ട് കലിമത്തു റബ്ബിക അങ്ങയുടെ റബ്ബിന്റെ വചനം പൂർത്തിയായിട്ടുണ്ട് വഹിയ ഏതാണ് ആ കലിമത്ത് ല അംല അന്ന ജഹന്നമ മിനൽ ജിന്ന ല അംല അന്ന തീർച്ചയായും നാം നിറക്കും ജഹന്നമിനെ മിനൽ ജിന്നത്തി ജിന്നുകളാൽ അൽ ജിന്ന് ജിന്നെന്ന് വെച്ചാൽ ജിന്നിനെ വന്നാത് ജനങ്ങളാൽ അജ്മഈൻ മേൽ പറയപ്പെട്ടവരൊക്കെയാൽ അപ്പം മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം ജഹന്നം നാം നിറക്കൂ എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കലിമത്ത് എന്താണ് പൂർണ്ണമായെന്ന് വെച്ചാൽ പൂർണ്ണമാകുക അത് നോക്കിക്കോ ഇൻഷാ അല്ലാ അതാ ഇനി ഉറപ്പാണ് കാരണം അള്ളാഹ് പറഞ്ഞല്ലേ നരകം നിറയ്ക്കൂ എന്നുള്ള പറഞ്ഞേക്കുന്നത് അള്ളാഹ് കാക്കട്ടെ വകുല്ലൻ ഇവിടെ ഇപ്പം നുസിബ ബി നഖുസു എന്ന് ശേഷം വരുന്നുണ്ട് വകുല്ലൻ നഖുസു എന്നാണ് അപ്പോൾ ആ നഖുസു എന്നുകൊണ്ട് നെസ്ബ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ എല്ലാത്തിനെയും അപ്പോൾ തൻവീന് ഈ കുല്ലൻ എന്നതിന് തൻവീന് ചെയ്തല്ലോ അത് ഇവലുൻ അത് പകരമുള്ളതാണ് അനിൽ മുലാഫിലിഹി തൊട്ട് പകരമുള്ള തൻവീനാണ് അതായത് കുല്ലമായ യഹ്താജിലേഹി കുല്ലമായ എല്ലാ ഓരോന്നും യഹ്താജിലേഹി അതിലേക്ക് ആവശ്യമാകുക അപ്പം ആവശ്യമാകുന്ന എല്ലാത്തിനെയും നഖുസു നാം കഥ പറഞ്ഞ് കേൾപ്പിച്ചു അലൈക്ക താങ്കളുടെ മേൽ ആ എന്തിൽ നിന്നും മിൻ അംബായി റുസലി കഴിഞ്ഞു പോയ മുർസലീങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്മാരുടെ ആ സംഭവങ്ങൾ കഥകൾ വാർത്തകൾ ആ വർത്തമാനങ്ങളിൽ നിന്നും അങ്ങേ ആവശ്യമുള്ളതെല്ലാം അതെല്ലാം അങ്ങേക്ക് കഥ കേൾപ്പിക്കുന്നുണ്ട് നബിയെ അറിയിച്ചു തരുന്നുണ്ട് നബിയെ കേൾപ്പിച്ചു തരുന്നുണ്ട് അപ്പം അഥവാ ഒന്നിനെ അപ്പം ബദലും കുല്ലൻ എന്നതിൽ ബദലാണ് എല്ലാത്തിനെയും നാം കഥയായിട്ട് കേൾപ്പിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ എല്ലാം നാം കേൾപ്പിച്ചു തരുന്നുണ്ട് നഖുസ് എല്ലാം നാം കേൾപ്പിച്ചു തരുന്നുണ്ട് അപ്പം ആ കുല്ല് അഥവാ അതെന്താണ് നുസബിത്തു എന്ന് വെച്ചാൽ നെത്തുമ ഇന്നു നാം തുമനീനത്ത് നൽകും ശാന്തത നൽകും ബിഹി അതിനെയും കൊണ്ട് ഫുആദക്ക അങ്ങയുടെ ഫുആദിനെ കൽബക്ക അങ്ങയുടെ ഹൃദയത്തിന് മനഃശാന്തി ലഭിക്കുന്ന സാധനമൊക്കെയും നാം അങ്ങയുടെ മേൽ കേൾപ്പിച്ചു തന്നിട്ടുണ്ട് നബിയെ ഇപ്പം ഈ ഇത്മ അന്ന ഇഫ് അലല്ല വസ്നാണ് അല്ല ഇഫ് അല്ല വസ്നാണ് എന്നൊക്കെ അഭിപ്രായത്തിലാണ് അതായത് സുലാഫി മസീദ് ഫീയുടെ മുൽഹക്കാണെന്നും റുബായി മസീദ് ഫീ ആണെന്നൊക്കെയുണ്ട് എന്തായിട്ട് വജാഅക അങ്ങയുടെ അടുക്കൽ വന്നു ഫീ ഹാദിഹി അംബാ ഈ വർത്തമാനങ്ങളിൽ ഈ വൃത്താന്തങ്ങളിൽ ദൃഷ്ടാന്തമല്ല ഈ വൃത്താന്തങ്ങളിൽ വന്നു അതിൽ ആയത്ത് അല്ലെങ്കിൽ ഈ ആയത്തുകളിൽ വന്നിട്ടുണ്ട് എന്ന് അങ്ങയുടെ അടുക്കൽ നല്ല അങ്ങേക്ക് വന്നിട്ടുണ്ട് ഈ എന്താണ് വൃത്താന്തങ്ങളിൽ ഈ കഥകളിൽ ഈ ആയത്തുകളിൽ എന്താ അൽ ഹഖു യാഥാർത്ഥ്യമാണ് വന്നത് മൗഇലത്തിന് ഉപദേശമാണ് വന്നത് വദിക്റ അങ്ങനെ തന്നെയല്ലേ വദിക്റ ഉപദേശം ലിൽ മുഅ്മിനീങ്ങൾക്ക് അപ്പോൾ എന്താ മുഅ്മിനീങ്ങളെ പ്രത്യേകമാക്കപ്പെട്ടത് ഹുസു ഈ മുഅ്മിനീങ്ങൾ അവർ പ്രത്യേകമാക്കപ്പെട്ട വിധിക്രിയ പറയൽ കൊണ്ട് എന്ത് അവർക്ക് മാത്രം ദിക്റാവുന്ന ബാക്കിയുള്ളവർക്കാവൂലേ അതിൽ ഇന്തിഫാഇഹി ഈ മുഅ്മിനീങ്ങൾക്ക് ഉപകാരമുള്ളത് കൊണ്ടാണ് ബിഹാ ഈ ദിക്റ ഉപദേശം കൊണ്ട് ഉപദേശം ആർക്കാ ഇന്നമ എന്താണ് തൻഫഉ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ ഉപദേശം മുഅ്മിനീങ്ങൾക്കാണ് ഉപകാരപ്രദം അതുകൊണ്ട് സൂറത്തു ദാരിയാത്തിന്റെ അവസാനം പിന്നെ ഫിൽ ഈമാനിന്റെ വിഷയത്തിൽ അവർക്കുള്ള ഉപകാരം ബിഖിലാഫിൽ കുഫാരി കാഫിര്യങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം കിട്ടോ ചാത്തപ്പനെന്ന് മഹ്ശറ ഒന്നും ഉണ്ടാവില്ല വഖുൽ നബിയെ അങ്ങ് പറയുക ലില്ലദീന ഒരു കൂട്ടരോട് ലാ യുമിനൂന അവർ വിശ്വസിക്കുന്നില്ല അവരോട് പറയേമനോ നിങ്ങൾ പണിയെടുത്തോ അലാ മക്കാനത്തിക്കും ഹാലത്തിക്കും നിങ്ങൾ ഏത് അവസ്ഥയിലാണുള്ള അതേ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ തുടർന്ന് ചെയ്തു നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നത് അതെല്ലാം ചെയ്തോ ചെയ്യ് ഇന്ന ആമല്ലോ നമ്മൾ ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ചെയ്തോളാം
ഈ അല ഹാലത്തിന് നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണല്ലോ അതേ അവസ്ഥയിൽ. ഇപ്പം നിങ്ങൾ ആഫ്രിങ്ങളാണ്, നിങ്ങൾ കുഫറും വെച്ച് നടന്നോ, ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആളുകളാണ്, ഞങ്ങൾ മുസ്ലിമായിട്ട് നടന്നോളാം. ഞങ്ങളും ഇങ്ങനെ വേണ്ടതൊക്കെ മുസ്ലിങ്ങൾ മാത്രമല്ല നമ്മളെന്തെല്ലാം ചെയ്യാനുള്ള അതെല്ലാം നമ്മൾ ചെയ്തോളൂ. അത് തഹദീദില്ല, അവരെന്താക്കാനാണ്, പേടിപ്പിക്കാനാണ്. തഹദീദാണ്, ഒരു പേടിപ്പിക്കലാണ്. വന്തതറോ, നിങ്ങൾ കാത്തിരുന്നോ കേട്ടോ, ആക്കിബത്ത് അമരിക്കും, നിങ്ങളുടെ കാര്യത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ കാത്തിരുന്നോ. പക്ഷേ നമ്മൾ മുന്തതിറൂന്നതാലി, നമ്മളും അത് കാത്തി നിൽക്കുകയാണ്. വലില്ലാഹി, അള്ളാഹുവിന് മാത്രമാണ് ഗൈബുസ്സമാവാതി വൽ അർള്, ആകാശ ഭൂമികളിലുള്ള ഗൈബ്, മറഞ്ഞു നിൽക്കുന്ന കാര്യം. അതായത് ഇൽമ മാ ഗാബ, ഇൽമ അറിവ്, ഇൽമു അറിവ്, മാ ഒന്നിൻ്റെ പറ്റിയുള്ള ഗാബ ആ ഒന്ന് മറിഞ്ഞിരിക്കുന്നു, ഫീഹി മാ ആകാശഭൂമികൾ. അപ്പോൾ ആകാശഭൂമികളിലെ വായിബായ മറിഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള ഇൽമ് അള്ളാഹുവിന് മാത്രമാണ്. വൈലേഹി, അവനിലേക്ക് മാത്രമാണ് യുർജഉ മടക്കപ്പെടുക. ബിൽ ബിനാലിൽ ഫായിൽ, ഫായിലിന് വേണ്ടി എടുത്തിട്ട് കിറാത്തുണ്ട്, അത് യഊദൂന്ന് വരും. അപ്പം എന്താ പറയുക, യഊദു ഇങ്ങോട്ട് മടങ്ങുന്നു, അള്ളാഹുലേക്ക് മാത്രം മടങ്ങും. പിന്നെ വൽ മഫൂലിന് വേണ്ടിയും ഖിറാഅത്തുണ്ട്. അപ്പം യർജിഊൻ ഔല യുർജഊന്നാകും. അപ്പം അതിനർത്ഥം യുറദ്ദൂന്ന് വരും, മടക്കപ്പെടുന്നു. അല്ല അമ്രു കാര്യം, ഒന്നുകിൽ കാര്യം അള്ളാഹുലേക്ക് മാത്രം മടങ്ങും, അല്ലെങ്കിൽ കാര്യം അള്ളാഹുലേക്ക് മാത്രം മടങ്ങപ്പെടും. കുല്ലുഹു, അത് മുഴുവൻ കാര്യം എന്ന്. അപ്പോൾ എന്തൊക്കെയും അങ്ങനെ മടങ്ങപ്പെടുമ്പോൾ അല്ലെങ്കിൽ മടങ്ങുമ്പോൾ എന്തൊക്കെയും അള്ളാഹ് നടപടി എടുക്കുന്നു, പ്രതികാര നടപടി എടുക്കും. മിമ്മൻ, ഒരുത്തനോട്, അള്ളാഹുവിനോട് ആരാണ് എതിര് പ്രവർത്തിച്ച അവർക്കുള്ള പ്രതികാര നടപടി, ശിക്ഷാ നടപടി അള്ളാഹ് എടുക്കുന്നു. ഫഅബ്ദുഹു, ആകയാൽ അങ്ങ് അള്ളാഹുവിനെ അവനെ ആരാധിക്കണേ. വഹിദുഹു, അങ്ങനെ അള്ളാഹുവിനെ ഏകദൈവമായിട്ട് ആരാധിക്കണേ, തൗഹീദിലൂടെ ആരാധിക്കണേ. വതവക്കൽ അലൈഹി, അള്ളാഹുവിന് മേലെ അങ്ങ് ബരമേൽപ്പിക്കണേ. സിഖ് ബിഹി, അള്ളാഹുവിനെ അങ്ങ് മുറുകെ പിടിക്കണം നബിയെ. ഫഇന്നഹു, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല കാഫീക, അങ്ങേക്ക് മതിയായവനാണ്. വമാ റബ്ബുക, അങ്ങയുടെ റബ്ബല്ല ബിഗാഫിലിൻ, അശ്രദ്ധവാനല്ല. അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. വഇന്നമാ യുഅഖിറുഹും, പിന്നെ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്തിപ്പിച്ചല്ലോ. എന്താണ്, ലിവഖ്തിഹിം, അവരുടെ സമയത്തിന് വേണ്ടി, അവരുടെ സമയം വരെ അള്ളാഹ് പിന്തിപ്പിച്ചില്ലേ. അത് അവരുടെ സമയത്തിന് വേണ്ടിയാണ്. അവരുടെ സമയം വരെ അള്ളാഹ് പിന്തിപ്പിച്ചെന്നേ ഉള്ളൂ. ഒന്നുകൂടെ വൈന്നമായി യുഅഖിറും, അള്ളാഹു അവരെ പിന്തിപ്പിച്ചു. ലിവഖ്തിഹിം, അവരുടെ ആ സമയം വരേക്ക് മാത്രമാണ്. നമുക്ക് ഹസർ ഉണ്ടാവില്ലേ, ഒരു ടൈമുള്ള വെച്ചിട്ടുണ്ടല്ലോ, അവിടെ വരെ ഇരിക്കട്ടെ. വഫീ ഖിറാഅത്ത്, മറ്റൊരു ഖിറാഅത്തുണ്ട് ബിൽ ഫൗക്കാനിയത്തുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെയാണ് അമ്മ യാമലു എന്നാണ് വായിക്കേണ്ടത്. അപ്പം നമ്മുടെ നുസ്ഖയിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ആണ് ഇത്, അല്ല ഇപ്പോഴുള്ള ആളുകളാണ് ഈ നുസ്ഖയിൽ എഴുതിയേക്കുന്നത് ഖിറാഅത്തെ. അപ്പോൾ അത് നമ്മുടെ ഹഫ്സ് റളിയല്ലാഹു റിവായത്ത് അനുസരിച്ച് എഴുതിയേക്കുന്നത്. പക്ഷേ സംഗതി ഇതിപ്പോൾ എഴുതിയത് ആരാണ്, ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിൻ്റെയും മാലി ഇമാമിൻ്റെയൊക്കെ ഖിറാഅത്ത് വേറൊരു ഖിറാഅത്താണ് അവർ തഫ്സീർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമതോ മൂന്നാമതൊക്കെ ആയിട്ടാണ് നമ്മുടെ ഖിറാഅത്തിനെ പറ്റി അവർ പറയാറ് സാധാരണ. അപ്പോൾ ഇതാണ് ബിൽ ഫൗക്കാനിയത്ത് എന്ന് വെച്ചാൽ താഴാണ്, താമലു എന്നും, തഹത്താനിയത്താണെങ്കിൽ യാമലു എന്നാണ്. അപ്പോൾ ശരിക്കും അവർ പറഞ്ഞിരിക്കുന്ന യാമലു എന്നുള്ള ഖിറാഅത്താണ്. പക്ഷെ നമ്മുടെ ഖിറാഅത്ത് താമലുവിനാണ്, ഫൗക്കാനിയത്താണ്. സൂറത്ത് യൂസുഫ് ഹിജ്റയ്ക്ക് ശേഷം, ഹിജ്റയ്ക്ക് മുമ്പ് അവതരണമായതാണ്. ഇലൽ ആയാത്തി അൽ വാഹിദ സാനിയ സാലിസ വസാബിയ ഫമദനിയ. അപ്പോൾ ഈ 4 സൂക്തങ്ങൾ 1, 2, 3, 7 അത് ഹിജ്റയ്ക്ക് ശേഷം അവതരണമായതാണ്. വായാതുഹ മിഅത്തുൻ വ 11 ആയ, 111 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. إنا أنزلناه قرآنا عربيا لعلكم تعقلون. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. അലിഫ് ലാം റ. അള്ളാഹു അഅലമു ബിമുറാദിഹി, അള്ളാഹു ആണ് കൂടുതൽ അറിയുന്നവൻ. ബിമുറാദിഹി, അവൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച്. ബിദാലിക, അതുകൊണ്ട് അവൻ എന്താണ് ഉദ്ദേശിച്ചത്. അലിഫ് ലാം റ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ അള്ളയാണ്. തിൽക്ക എന്ന് വെച്ചാൽ ഹാദിഹിൽ ആയാത്ത്, അത് ബഹുമാന്യത്തിന് വേണ്ടി പറയുന്നതാണ്, ഒരു തഅലീമിനാണ്. ബഈദായതിലേക്ക് ഇശാറത്ത് ചെയ്യാനുള്ള തിൽക്കയെ ഹാദിഹിക്ക് വരം കൊണ്ടുവന്നത്. എന്നാൽ ഹാദിഹിൽ ആയാത്തു, ഈ ആയത്തുകൾ, ആയാത്തുൽ കിതാബിൽ ഖുർആൻ, അൽ കിതാബ് അഥവാ ഖുർആൻ, അൽ ഖുർആനിലെ ആയത്തുകളാണ്. വൽ ഇലാഫ, ഇവിടുത്തെ ഇലാഫത്ത് ബിമഅന മിൻ, അതിൽ നിന്നുള്ള ആയത്തുകളാണ്. അപ്പം മിൻ തബഈദിൻ്റെയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ്, ഈ ഖുർആനിലുള്ള ഏതാനും ആയത്തുകളാണ് സൂറത്ത് യൂസുഫിൽ പ്രതിപാദിക്കുന്നത്.
അൽ മുബീൻ വ്യക്തമായ കിതാബ്, അൽ മുൽഹിർ ലിൽ ഹക്കി ഹക്കിനെ ലാഹിറാക്കുന്ന പ്രകടിപ്പിക്കുന്ന, മിനൽ ബാത്തിൽ നിന്നും. അപ്പോൾ അബാന എന്ന അർത്ഥത്തിൽ നിന്ന് വരാം. അബാന എന്ന് വെച്ചാൽ വേർതിരിക്കുകയാണ്. അപ്പം ബാത്തിലിൽ നിന്നും ഹക്കിനെ വേർതിരിക്കുന്നതായ ഗ്രന്ഥം. ഇന്ന തീർച്ചയായും നാം അൻസൽനാഹു അതിനെ ഇറക്കി ഖുർആനൻ ഒരു ഖുർആനായിട്ട് അഥവാ വായിക്കപ്പെടുന്നതായിട്ട് അറബിയൻ അറബി ഭാഷയിലുള്ള ബിലുഗത്തി അറബികളുടെ ഭാഷയിൽ. ലഅല്ലക്കും യാ അഹ്ല മക്ക, അപ്പം നിങ്ങൾ എന്ന അഭിസംബോധന ആരുടെ ചെയ്യുന്ന? മക്കിയ സൂറത്തല്ലേ, അപ്പം മക്കാരോട് പറയാം നിങ്ങളുടെ ഭാഷയിലാണ്, എന്തിനാ അങ്ങനെ ചെയ്യുക? അത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, തഫ്ഹമൂന മആനിഹി അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, തഫ്ഹമൂന മആനിഹി അതിൻ്റെ മഅനകളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ മഅനി മസാജിദ് അല്ലേ, അപ്പം മഅനിഹി അല്ല മഅനിയഹു എന്നാണ് അല്ലേ, മസാജിദഹു രൂപത്തിൽ, മഫാഇലഹു മഅനിയഹു അതിൻ്റെ അർത്ഥങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. നഹ്നു നഖുസ്സു അലൈക നാം താങ്കൾക്ക് കേൾപ്പിച്ചു തരാം അഹ്സനൽ ഖസസി കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ, അഹ്സനായ കഥ, ഏറ്റവും അടിപൊളി കഥ. ബിമാ ഔഹൈന നാം ദിവ്യബോധനം നൽകൽ കൊണ്ട്, ബി ഇഹിയായിന നമ്മളുടെ ദിവ്യ വെളിപ്പാട് കൊണ്ട്, ഇലൈക്ക താങ്കളിലേക്ക്, ഹാദൽ ഖുർആൻ ഈ ഖുർആനിനെ ദിവ്യബോധനമായിട്ട് നൽകൽ കൊണ്ട് താങ്കളിലേക്ക്. വ ഇൻ മുഖഫഫത്താണ്, അതായത് വ ഇന്നഹു എന്നാണ്, തീർച്ചയായും കാര്യം എന്നർത്ഥം ഉണ്ടാവും. അപ്പോൾ ഹൂ കളഞ്ഞതാണ്, പിന്നെ ഇന്നേനെ തഖ്ഫീഫാക്കിയതാണ്. അപ്പോൾ തീർച്ചയായും കാര്യം, കുന്ത മിൻ ഖബലിഹി കുന്ത താങ്കളായിരുന്നു, മിൻ ഖബലിഹി ഇതിൻ്റെ മുമ്പ്, ലമിനൽ ഗാഫിലീൻ അശ്രദ്ധവാന്മാരിൽപ്പെട്ടവരായിരുന്നു. അതായത് ഇത്തരം കഥകൾ ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് അങ്ങക്ക് അറിയില്ലായിരുന്നല്ലോ റസൂലെ എന്നാണ്. ഉസ്കുർ അങ്ങ് ഓർക്കണം, ഇത് ഖാല യൂസുഫ് ലി അബീഹി യൂസുഫ് നബി അലൈഹി സ്വലാം പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാം ലി അബീഹി തൻ്റെ പിതാവായ യാക്കൂബ് അലൈഹി സ്വലാമിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ അബത്തി എൻ്റെ പിതാവേ, ബിൽ കസ്രി ഇവിടെ തി ആണ്, കസ്റ് കൊണ്ടാണ്. ദലാലത്തിന് അല യാൽ ഇലാഫ്, അതായത് തീ എന്ന് പറയാൻ കാരണം എന്താണ്? ഇലാഫത്തിൻ്റെ യാ അവിടെ ഉണ്ട്, അതായത് മുലാഫിലിയായിട്ട് യാ ആണ് വന്നത്, ആ യാ കളഞ്ഞിട്ടുണ്ട് അല്ലേ. ഇലാഫത്തിൽ മഹദൂഫത്തി, ആ മഹദൂഫത്ത് എന്നുള്ളത് യാൻ്റെ സിഫത്താണ്, അതായത് കളയപ്പെട്ട ഒരു യായിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിനെ അറിയിക്കലാണ് ഇവിടെ കസർ കൊണ്ട്. അപ്പം യാ അബത്തി എന്നാണ് ശരിക്കും, അല്ലെങ്കിൽ യാ അബീ എന്നാണ് ശരിക്കും. വൽ ഫത്ഹ് ഇവിടെ എന്താണ്? യാ അബത്ത എന്നും ഖിറാഅത്തുണ്ട്, യാ അബതല അല്ല യാ അബത ഇന്നി റഅയ്തു എന്ന്. അത് ദലാലത്തിന് അല അലിഫിൻ മഹദൂഫത്തിൻ കുലിബത്ത് അല യാഇനെ തൊട്ട് കുലിബത്ത് മറിക്കപ്പെട്ട കളയപ്പെട്ടതായ ഒരു അലിഫിനെ അറിയിക്കലുണ്ട്. അപ്പോൾ യാ അബത്ത എന്നാണ്. യാ അബത്ത എന്നാണെങ്കിലും യാ അബത്തി എന്നാണെങ്കിലും ഫലത്തിൽ എന്താണ്? യാ അബീ എന്ന അർത്ഥമാണ്. അപ്പം അബീ എന്നാണ്. അപ്പോൾ അബീ എന്നതിലെ യായിലേക്ക് ഇലാഫത്ത് ചെയ്താണ് അബ് എന്ന പദത്തെ. അപ്പോൾ ആ കളയപ്പെട്ട യാഇന് പകരം എന്താണ്? അലിഫ്. അപ്പോൾ യാഇന് പകരം എന്താണ്? അലിഫ്. എന്നിട്ട് ആ അലിഫിന് എന്തായി? കളയപ്പെട്ടു. അപ്പം യാ അബാ എന്നതിൻ്റെ ഒരു സൂചനയാണ്, യാ അബത്ത എന്നതിൻ്റെ ഒരു സൂചനയാണ് അബത്ത് എന്ന പദമാണ്, അബത്ത്. അപ്പം അബത്ത് എന്ന പദം യായിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നു അബത്തി. അപ്പോൾ ആ കളയപ്പെട്ട യായിനെ അറിയിക്കാൻ വേണ്ടി അബത്തി എന്ന് ഖിറാഅത്ത്. അല്ലെങ്കിൽ യാ അബത്തി എന്നുള്ളവിടെ യാ മറിച്ചിട്ട് എന്തായി? അലിഫാകുക. അപ്പം യാ അബത്താ അതിൽ യാ കളഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആ തായിന് അലിഫ് മാത്രമാണ്. അപ്പോൾ യാ അബത്തി ഇന്നി എന്ന് ഖിറാഅത്തുണ്ട്, യാ അബത്ത ഇന്നി എന്ന് ഖിറാഅത്തുണ്ട്. ഇന്നി റഅയ്തു ഫിൽ മനാമി ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അഹദ അശറ കൗകബ 11 നക്ഷത്രങ്ങളും, വശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും, റഅയ്തുഹും ഞാൻ അവയെ കണ്ടു, തഅക്കീദ് അത് തന്നെയാണ് ഞാൻ കണ്ടത്, അത് സംശയമില്ല, അത് തന്നെ ഞാൻ കണ്ടത്. എന്തായിട്ട് അവയെ കണ്ടു? ലീ എനിക്ക് സാജിദീൻ സാഷ്ടാംഗം നമിക്കുന്നതായിട്ട്. ഇവിടെ ജമാബിൽ യായി വൻ നൂനി യാവും നൂനും കൊണ്ട് ഇവിടെ അല്ലേ ജമൂ ദക്കർ സാലിമിനെ പോലെ കൊണ്ടുവന്നില്ലേ സാജിദീൻ. അത് ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചല്ലേ പറയുക. അതെന്താ അങ്ങനെ കൊണ്ടുവന്നത്? അതിൽ വസ്വി സുജൂദ് കൊണ്ട് വിശേഷിപ്പിക്കാൻ വേണ്ടി. അല്ലത് എങ്ങനെയുള്ള സുജൂദാണ്? ഹുവ അത് മീൻ സിഫാത്തിൽ ഉഖല അത് ബുദ്ധിയുള്ള വസ്തുക്കളെ സുജൂദ് ശരിക്കും ചെയ്യുള്ളൂ. അപ്പോൾ ഈ നക്ഷത്രവും സൂര്യനും ചന്ദ്രനൊക്കെ എന്താണ്? അപ്പം ബുദ്ധിയുള്ള വസ്തുക്കളുടെ സാധാരണഗതിയിൽ ബുദ്ധിയുള്ള വസ്തുക്കൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവർത്തനം കൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുകയാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സാജിദീൻ എന്ന് ജമൂ ദക്കറിൻ്റെ ആ ഒരു രൂപത്തിൽ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ സാജിദാത്ത് എന്നല്ല വേണ്ടത്. ഒരാക്കിന് മുഅന്നസിൻ്റെ ജമ്മു മുഅന്നസിൻ്റെ കോലത്തിലല്ലേ വരല് മുഅന്നസ് സാലിമിൻ്റെ.